മൈഗ്രെയിൻ തലവേദന വരാനായിട്ട് അതായത് ചിലർക്ക് ചില ട്രിഗേഴ്സ് ഉണ്ട്. മൈഗ്രെയിൻ ട്രിഗേഴ്സ് എന്ന് പറയും. അത് വരുമ്പോഴായിരിക്കും പെട്ടെന്ന് മൈഗ്രെയിൻ അറ്റാക്സ് ഉണ്ടാവുക. അപ്പോൾ എന്തൊക്കെയാണ് മൈഗ്രെയിൻ ട്രിഗേഴ്സ്? ചിലർക്ക് സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂം, അല്ലെങ്കിൽ ഫുഡ്, ചില ടൈപ്സ് ഓഫ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യും. അത് പലർക്കും ഡിഫറെൻ്റ് ആണ്. ചോക്ലേറ്റ്സ്, അല്ലെങ്കിൽ ചൈനീസ് ഫുഡ്, അജിനോമോട്ടോ ഒക്കെ ചേർന്ന ചൈനീസ് ഫുഡ്സ്, അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അങ്ങനെയുള്ള പല സംഗതികളും ഈ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ചോ ഏതെങ്കിലും ഒരു നേരത്തെ ആഹാരം സ്കിപ്പ് ചെയ്യുന്നത് മൈഗ്രെയിൻ പ്രോണായിട്ടുള്ള ആൾക്കാർക്ക് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ വെയിലത്ത് കുറേ നേരം നടക്കുക, അല്ലെങ്കിൽ ദൂര യാത്രകൾ, സാധാരണ പരിചയമില്ലാത്ത രീതിയിൽ കുറേ യാത്ര ചെയ്യുക, അധികമായിട്ട് യാത്ര ചെയ്യുക, അങ്ങനെയൊക്കെ വരുമ്പോൾ മൈഗ്രെയിൻ ട്രിഗേഴ്സ് വരാം, മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ മൈഗ്രെയിൻ പ്രോണായിട്ടുള്ള ആൾക്കാരിൽ മാത്രമേ, അതായത് നമ്മുടെ ഒരു ജനറ്റിക് പ്രീഡിസ്പൊസിഷൻ അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെയുള്ളൊരു ട്രിഗേഴ്സ് കാരണം മൈഗ്രെയിൻ വരുള്ളൂ. ഇനി മൈഗ്രെയിൻ തലവേദന ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണോ എന്നുള്ളതാണ്. മൈഗ്രെയിൻ വളരെ മൈൽഡായിട്ടുള്ള തലവേദനയാണ്. അതായത് ഇപ്പോൾ 1 മാസത്തിൽ അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കൽ വല്ലപ്പോഴും വന്നു പോകുന്ന ഒരു മൈഗ്രെയിന് ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് ആവശ്യം വരില്ല. ആ തലവേദന വരുന്ന സമയത്ത് മാത്രം മരുന്നുകൾ കഴിച്ചാൽ മതിയാവും. പക്ഷേ ഇപ്പോൾ 1 മാസം 3-4 ദിവസത്തിൽ കൂടുതൽ മൈഗ്രെയിൻ തലവേദന വരുന്നു, അല്ലെങ്കിൽ ഈ വരുന്ന തലവേദന അതിശക്തമായിട്ടുള്ള തലവേദനയാണ്, നമുക്ക് ജോലിക്ക് പോകാനോ പഠിക്കാനോ ഒന്നും പറ്റാത്ത രീതിയിലുള്ള തലവേദന, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മൈഗ്രെയിൻ പ്രൊഫൈലാക്റ്റിക് മെഡിക്കേഷൻസ്, അതായത് തലവേദന വരാതിരിക്കാനുള്ള മെഡിസിൻസ് ആവശ്യമായി വരുന്നു. ഇനി ഇങ്ങനെയുള്ള മൈഗ്രെയിൻ പ്രൊഫൈലാക്സിസ് അല്ലെങ്കിൽ ഈ മൈഗ്രെയിൻ വരാതിരിക്കാനുള്ള മരുന്നുകൾ കഴിച്ചില്ലെങ്കിൽ എന്താണ് പ്രശ്നം? ഇപ്പം അടിക്കടി തലവേദന വരുന്ന ഒരാളാണെന്നിരിക്കട്ടെ, മൈഗ്രെയിൻ ഇപ്പോൾ ഒരു മാസത്തിൽ ഒരു 15 ദിവസത്തിൽ കൂടുതൽ മൈഗ്രെയിൻ വന്നുകൊണ്ടേയിരിക്കുന്നു. അത് ഒന്നാമത് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ എഫക്റ്റ് ചെയ്യുന്നു, നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മുടെ പഠിത്തം അതിനെല്ലാം എഫക്റ്റ് ചെയ്യുന്നു. പിന്നെ ദിവസവും വരുന്ന തലവേദനയുടെ രീതിയിലേക്ക് അത് മാറാൻ സാധ്യതയുണ്ട്. അതായത് ആദ്യം ഒരാഴ്ച ഒരു 7-8 ദിവസം മാസത്തിൽ വരുന്നത്, പിന്നെ കൂടിയത് 1 മാസം 15 ദിവസമൊക്കെ തലവേദന, പിന്നെ ആ മാസം മൊത്തം എല്ലാ ദിവസവും തലവേദന, അങ്ങനെയുള്ള രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അതിനെയാണ് ക്രോണിക് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്രോണിക് മൈഗ്രെയിൻ എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ട്രീറ്റ് ചെയ്ത് അത് കുറച്ച് കൊണ്ടുവരാൻ അല്പം കൂടി ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു പ്രശ്നം വരുന്നത്, നമ്മൾ മൈഗ്രെയിൻ അടിക്കടിക്ക് വരുന്നവർ മൈഗ്രെയിൻ വരാതിരിക്കാനുള്ള അല്ലെങ്കിൽ മൈഗ്രെയിൻ തലവേദനയ്ക്ക് വേണ്ടിയുള്ള വേദന സംഹാരികൾ കഴിക്കാറുണ്ട്. അങ്ങനെ വേദന സംഹാരികൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് പല പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മുടെ സ്ഥിരമായിട്ട് ഇപ്പോൾ പാരസെറ്റമോൾ തന്നെ 1 മാസം 10 ദിവസത്തിൽ കൂടുതൽ മൈഗ്രെയിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ടാബ്ലറ്റ് തന്നെ പിന്നെ തലവേദന ഉണ്ടാക്കാൻ തുടങ്ങും. ഇപ്പോൾ പെയിൻ കില്ലേഴ്സൊക്കെ ആണെങ്കിൽ ഇതുപോലെ തന്നെ 10 ദിവസമോ അല്ലെങ്കിൽ 15 ദിവസമോ കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് തന്നെ നമ്മുടെ തലവേദന വരാൻ കാരണമാവും. അതിനെ മെഡിക്കേഷൻ ഓവർ യൂസ് ഹെഡേക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ മൈഗ്രെയിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് അബോർട്ടീവ് ട്രീറ്റ്മെൻറ്റ്, അതായത് മൈഗ്രെയിൻ അറ്റാക്കിൻ്റെ സമയത്ത് തലവേദന നിർത്താനുള്ള മരുന്നുകൾ. പിന്നെ രണ്ടാമത്തത് മൈഗ്രെയിൻ പ്രൊഫൈലാക്സിസ്. മൈഗ്രെയിൻ പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്ന തലവേദന വരാതിരിക്കാനുള്ള ഗുളികകൾ കഴിക്കുക. അപ്പോൾ ഈ അബോർട്ടീവ് മെഡിസിൻസ് ആയിട്ട് സാധാരണ ഉപയോഗിക്കുന്നത് പാരസെറ്റമോൾ അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ്, ഇപ്പം ഐബുപ്രോഫൻ അല്ലെങ്കിൽ നപ്രോക്സൻ, ഡൈക്ലോഫെനാക് മുതലായ പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കാറുണ്ട്. പിന്നെയുള്ളത് ട്രിപ്റ്റാൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ്, അതും അബോർട്ടീവ് മെഡിക്കേഷൻസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഏത് മെഡിസിൻ ചൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ഒരു ഹെഡേക്കിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ടാണ്.
ചിലപ്പോൾ മൈൽഡായിട്ടുള്ള മൈഗ്രെയിൻ അറ്റാക്സ് ആണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ പാരസെറ്റമോൾ മതിയായിരിക്കും. കൂടുതൽ സിവിയർ അറ്റാക്സ്, ഭയങ്കര സിവിയർ ആയിട്ടുള്ള മൈഗ്രെയിൻ അറ്റാക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ട്രിപ്റ്റാൻസ് എന്ന് പറയുന്ന സ്പെസിഫിക് മൈഗ്രെയിൻ അബോർട്ടീവ് മെഡിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കേണ്ടി വരും. അത് ടാബ്ലറ്റ് ആയിട്ടോ അല്ലെങ്കിൽ നാക്കിലിട്ട് അലിയിക്കുന്ന ഗുളികയായിട്ടോ നേസൽ സ്പ്രേ ആയിട്ടോ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വളരെ സിവിയർ ആയിട്ടുള്ള അറ്റാക്സിന് ചിലപ്പോൾ നമുക്ക് ഇഞ്ചക്ഷനായിട്ട് മരുന്നുകൾ കൊടുക്കേണ്ട ആവശ്യം വരാറുണ്ട്. പിന്നെയുള്ളത് പ്രൊഫൈലാക്റ്റിക് മെഡിക്കേഷൻസ്. ഇതിന് പല ഗ്രൂപ്പ്സ് ഓഫ് മെഡിസിൻസും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏത് പ്രൊഫൈലാക്റ്റിക് മെഡിക്കേഷൻ സെലക്ട് ചെയ്യണം എന്നുള്ളത് നമ്മുടെ പേഷ്യൻറ്റിനെ കണ്ടിട്ട് ബാക്കി കൂടെ വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നൊക്കെ അറിഞ്ഞിട്ട് ആണ് ഏത് മെഡിക്കേഷൻ ക്ലാസ് ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നത്.